നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ റെസിപ്പി പരിചയപ്പെടാം. ഇതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന മസാല സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ ഒരു കോട്ടിങ്ങും കൂടി ഉണ്ട്. ഈ കോട്ടിങ് കൊടുത്ത് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് മീനിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സാധാരണ എണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ട് പൊരിച്ച് ഇതായിട്ട് വരുമ്പോൾ ആ ടേസ്റ്റ് നമുക്ക് മുഴുവനായിട്ടും കിട്ടില്ല. ഇനി നമ്മുടെ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മീനിൻ്റെ സ്ലൈസസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ലൈസ് ആയിട്ടുള്ള പീസുകളാണ് കേട്ടോ നല്ലത്. ഇത്തിരി ദശക്കട്ടിയുള്ള ഇതുപോലത്തെ സ്ലൈസ് ആയിട്ടുള്ള പീസുകൾ, മുഴുവനായിട്ടുള്ള ഫിഷ് ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടും ഈ ഒരു ടൈപ്പ് മസാലയ്ക്ക് ഇതുപോലത്തെ സ്ലൈസ് മീനുകൾ എടുക്കുക. പിന്നെ നമുക്കിതിൻ്റെ മാരിനേറ്റ് മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. സാധാരണ നമ്മൾ ഇതുപോലെ മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന പച്ചമുളകിനേക്കാളും കൂടുതൽ പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 10 പച്ചമുളകോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം മല്ലിയില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് കടുകാണ്. നമ്മുടെ പച്ചക്കടുക് ഒരു 1/2 ടീസ്പൂൺ, കൂടരുതിട്ട കടുക് 1/2 ടീസ്പൂൺ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ അയമോദകം അജ്വൈൻ സീഡ്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കസൂരി മെത്തി ഉലുവ ചീരയുടെ ഇല ഉണക്കിയത്. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. വലിയ ചെറുനാരങ്ങ നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. അല്ലെങ്കിൽ 2 മീഡിയം സൈസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ 2 ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചെറുനാരങ്ങ നീര് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് അധികം വേണം കേട്ടോ ഇതിലേക്ക്. പിന്നെ 2 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ. നമ്മളിത് വെളിച്ചെണ്ണയിലല്ല പൊരിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ റിഫൈൻഡ് ഓയിൽ ഏതില്ലെങ്കിലാണ് നമ്മൾ പൊരിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലോ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ നമ്മുടെ എരിവിനനുസരിച്ച്, നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി അതൊരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല നമുക്ക് തയ്യാറായിട്ട് കിട്ടും. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാരിനേറ്റ് ചെയ്ത മസാലയ്ക്ക് ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചു. ഇനി നമ്മൾ ഉള്ള മസാല മീനുമ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ മസാല നിങ്ങൾക്ക് കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇത് ഇരിക്കും. അപ്പോൾ ഞാൻ മീനുമൊക്കെ നന്നായിട്ട് ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഈ ഒരു ഫിഷിൻ്റെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. കാരണം ഈ മസാലയുടെ ടേസ്റ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കണം. അപ്പോൾ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ആ മീൻ കഷ്ണങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്കൊരു കോട്ടിങ് കൊടുക്കണം. ആ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് മൈദ, പിന്നെ കുറച്ച് കോൺഫ്ലോർ, കുറച്ച് അരിപ്പൊടി. ഇത് 3ഉം ഈക്വൽ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് എരിവിന് മുളക് പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് നന്നായി മിക്സാക്കുക. ഇതൊന്ന് നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് കലക്കിയെടുക്കണം. വളരെ കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിട്ടോ. പിന്നെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വേണം നമ്മുടെ ബാറ്റർ കിട്ടാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള മീൻ ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കണം നമ്മൾ. അതിനുശേഷം നമ്മൾ സാധാരണ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ ഫിഷ് ഫ്രൈയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൊരിക്കാനായിട്ട് ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണയുണ്ടല്ലോ, അത് നമ്മൾ പൊരിച്ച് കഴിയുമ്പോഴും ഏകദേശം അത്ര തന്നെ ഉണ്ടാവും. അധികം എണ്ണ ഫിഷ് ഫ്രൈ അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഹെൽത്ത് വൈസ് വെച്ച് നോക്കുമ്പോഴും ഇത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ സാധാരണ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക.
നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്, കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഫിഷൊക്കെ വേവണ്ടേ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ ഫിഷ് ഫ്രൈ സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് എൻ്റയർലി ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്.